ഞങ്ങളൊരു ജന്മകുടുംബത്തിൽ ജനിച്ച ആളാണ്. രാവിലെ തന്നെ ഞങ്ങളെല്ലാം ഒഴിത്തുടങ്ങി റെഡിയായിരിക്കും. കുടിയാന്മാരെല്ലാം കൊല കൊണ്ടുവരും, അങ്ങനെ ചേന കൊണ്ടുവരും, അതുകൂടാതെ പുകയില കൊണ്ടുവരും. ഇങ്ങനെയെല്ലാം കാഴ്ച ഇരിക്കാമെന്നാണ് എന്ന് പറയുക. ഇതിനകത്ത് വന്ന ഒരു കുമാരനാശാൻ തൊട്ട് ഞാൻ വരെ പരിശോധിച്ച് നോക്കിയാൽ SNDP യോഗത്തിൽ സന്തോഷത്തോടു കൂടി പൂമാല മേടിച്ച് പോയ ഒരൊറ്റ ജനറൽ സെക്രട്ടറി വരില്ല. അന്നും തിരഞ്ഞെടുത്തപ്പോൾ എതിരാളിയെ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അത്രയും ജനകീയനായിരുന്നു. അപ്പം ജനങ്ങൾ എൻ്റെ ഗുണം കൊണ്ട് ജയിച്ചതല്ല, എതിരാളിയുടെ ദോഷം കൊണ്ടാണെന്ന് എനിക്ക് അത്ര വോട്ട് കിട്ടിയത്. എന്നെ ഒരുപാട് വിമർശിച്ചവരുണ്ട്. കള്ളൻ, തണ്ടൻ, മണ്ടൻ, കുടകറുകാരൻ, മലയാളം പോലും പറയാൻ പാടില്ലാത്തവൻ, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിച്ചു. എല്ലാ വിമർശനങ്ങളും ഞാൻ കേട്ടു. നമസ്കാരം. ഇന്ന് വാക്കുമറുവാക്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിൻ്റെ നിറവിലാണ്. ഇന്ന് ഈ ഓണനാളിൽ, പ്രത്യേകിച്ച് ഈ ചതയനാളിൽ നമ്മോടൊപ്പം ഒരു പ്രത്യേക അതിഥിയാണുള്ളത്. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. നമസ്കാരം. ഓണം അടിച്ചു പൊളിച്ചോ? പിന്നെ ഇത്തവണ ഓണം വളരെ സമൃദ്ധിയല്ലേ. സർക്കാർ ഇഷ്ടംപോലെ കാശല്ലേ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറവ്, ഇതെല്ലാം സുഭിക്ഷമായി കിട്ടുന്നുണ്ട്. സമൃദ്ധിയുടെ ദിനങ്ങളാണ് ഇത്തവണത്തെ ഓണം. അതിന് തൊട്ട് മുമ്പ് വളരെ ആശങ്കയും നിരാശയായിരുന്നു. അങ്ങനെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിയോജനം, അങ്ങനെ ദാരിദ്ര്യവും ദുഃഖവും ഒന്നുമില്ലാത്ത ഒരു ഓണാഘോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്തോഷ അവസരമാണ് ഈ കൊല്ലം ഉള്ളത്. സാധാരണ പൊതുവെ കണിച്ചുകുളങ്ങര തന്നെയായിരിക്കും ഓണനാടുകൾ, അതോ തീർച്ചയായിട്ടും യാത്രയൊക്കെ? ഓണത്തിന് ഇവിടെ തന്നെയായിരിക്കും, ഒരു സ്ഥലത്തും പോകില്ല. പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും. അതിനകത്ത് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ജന്മദിനമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം സമ്മേളനങ്ങളുണ്ടാകും. തിരുവോണനാളിൽ എങ്ങനെയാണ് ഈ മക്കളും ഒന്നിച്ച് കുടുംബസമേതം ഒരു സദ്യ, അതൊക്കെ പതിവുള്ളതാണോ? ആണ്. തിരുവോണ ദിവസം എല്ലാ മക്കളെല്ലാം വരും, ഇവിടെ കണിച്ചുകുളങ്ങര വീട്ടിൽ വരും. ഞങ്ങളെല്ലാം കൂടെ കഴിക്കും. കൊച്ചുമക്കളും ഉണ്ടാകും. പിന്നെ അത്യാവശ്യം ചില സുഹൃത്തുക്കളൊക്കെ അന്ന് തിരക്ക് വരും. അന്ന് വരുന്നവർക്കെല്ലാം ഞാൻ സദ്യ കൊടുക്കും. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്നത് ഓണനാളിൽ ഒരു നിർബന്ധമാണോ, അത് അല്ലാത്ത അവസരങ്ങളിലും അങ്ങനെ? അല്ല, ഏത് അവസരത്തിലും കുടുംബങ്ങളെല്ലാം കൂടുമ്പോഴുള്ള ഇമ്പമാണല്ലോ കുടുംബം. അപ്പോൾ കുടുംബം എല്ലാം തന്നെ എപ്പോഴും ഒന്നിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഓണത്തിന് ഒന്നിച്ചു കൂടേണ്ട കാരണം പല മക്കളും കൊച്ചുമക്കളും എല്ലാം അവരവരുടേതായ തൊഴിൽ നേടി പല സ്ഥലത്തും സംസ്ഥാനത്തുമൊക്കെ ആയിരിക്കും. അവരെല്ലാം തന്നെ അച്ഛനെ കാണാനും അപ്പൂപ്പനെ കാണാനും ഒക്കെ ആയിട്ട് ഓണനാളിൽ അതിനുള്ള പ്രത്യേക സമയം കണ്ടെത്തി എത്തുന്നു എന്നുള്ളതൊരു പ്രത്യേകത. മുഖ്യമന്ത്രിയുടെ ഒപ്പം ഓണ സദ്യയൊക്കെ ഗംഭീരമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങ് വന്നിരുന്നു, തലസ്ഥാനത്ത്. അതെ, ഭയങ്കര സദ്യയായിരുന്നു. അതെ അല്ലേ, എല്ലാവരും ഒരുമിച്ച് കാണാനൊരു അവസരം കൂടി ഉണ്ടായില്ലേ? എല്ലാ ആളുകളും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗങ്ങളുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു, എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന വലിയൊരു ഓണസദ്യയാണ് മുഖ്യമന്ത്രി കൊടുത്തത്. അത് കാണാനൊത്ത്, എനിക്കും സദ്യ ഉണ്ണാനൊത്ത്. പക്ഷെ മുഴുവൻ കഴിക്കാനൊക്കത്തില്ലായിരുന്നു, ഒരുപാട് വിഭവങ്ങളായിരുന്നു. എന്നാലും പണ്ട് മുതലേ സദ്യ കഴിക്കാനുള്ള ഒരു കൊതി ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അശേഷമില്ല. പണ്ടിങ്ങനെ വിഭവസമൃദ്ധമായ എല്ലാ ഈ വറയും പൊരിയും പപ്പടവും പ്രഥമനും പായസവും അതോടൊപ്പം തന്നെ പരിപ്പും പപ്പടവും ഒക്കെ ആണല്ലോ. ഇന്നിപ്പോൾ അതുപോലെ പ്രായമായപ്പോൾ ഇതെല്ലാം കണ്ട് പലരും കഴിക്കുന്നത് കണ്ട് സന്തോഷം. കാരണം ആരോഗ്യപരമായ പല കാരണങ്ങളാലും ഈ പല വിഭവങ്ങളും നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. അല്ലേ, മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഓണസദ്യയിൽ എല്ലാം വൈറലായത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടുത്തടുത്തിരുന്നുള്ള ആഹാരം സദ്യ കഴിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഓണസദ്യ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ മാന്യത കാണിച്ചു. കാരണം സ്പീക്കർ അപ്പുറം, മുഖ്യമന്ത്രി നടുവിൽ,
പ്രതിപക്ഷ നേതാവ് പറയാം. അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സീറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കെ കരുണാകരൻ മുതൽ നമുക്ക് നോക്കിയാൽ നയനാരുടെ കാലം മുതൽ എ ആൻ്റണി, ഉമ്മൻചാണ്ടി ഇവരുടെയൊക്കെ ഓരോ കാലഘട്ടങ്ങളിലുമുള്ള ഓണാഘോഷങ്ങൾ ഇതുപോലുള്ള ആഘോഷ പരിപാടികളിലൊക്കെ അങ്ങ് എന്തായാലും ഒരു മുഖ്യാതിഥി തന്നെ ആയിരിക്കുമല്ലോ. അതൊക്കെ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് ആ സമയത്തേക്കുള്ള അയവിറക്കൽ എങ്ങനെയായിരിക്കും? അല്ല, പഴയ കാലത്തേക്ക് അയവ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറാണെങ്കിലും എ ആൻ്റണി ആണെങ്കിലും എന്ന് ഞങ്ങളാരെയും വിളിച്ച് ഒരു സദ്യ തന്നിട്ടില്ല. ആ സമയത്ത് അങ്ങനത്തെ ആഘോഷ പരിപാടികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലങ്ങൾ മാറി, കാലഘട്ടം മാറി, അതനുസരിച്ചിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മാറ്റം വന്നിരിക്കുകയല്ലേ. കുട്ടിക്കാലത്തുള്ള ഒരു ഓണവും ഒക്കെ എന്തായാലും ഓർത്തു പോകുമല്ലോ സ്വാഭാവികമായും നമ്മളതൊക്കെ. അന്ന് വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളൊരു ആ കാലത്തെ ഒരു ആഘോഷം എൻ്റെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊരു ജന്മകുടുംബത്തിൽ ജനിച്ച ആളാണ്. രാവിലെ തന്നെ ഞങ്ങളെല്ലാം ഒഴുത്തുടങ്ങി റെഡിയായി നിൽക്കും. കുടിയാന്മാരെല്ലാം കൊല കൊണ്ടുവരും, അങ്ങനെ ചേന കൊണ്ടുവരും, അതുകൂടാതെ പുകയില കൊണ്ടുവരും. ഇങ്ങനെയെല്ലാം കാഴ്ച നിൽക്കാമെന്നാണ് പറയുക. ഞങ്ങൾക്ക് ഒരുപാട് കുടികിടപ്പുകാരുണ്ടായിരുന്നു. അവരുടെ പാട്ടവസ്തു കൈവശം വെച്ചിട്ടിരിക്കും. ഞങ്ങളുടെ പാട്ടവസ്തു കൈവശം വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന് വിഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കാഴ്ചയായി വെട്ടിക്കൊണ്ടും തരും. അങ്ങനെ അത് സ്വീകരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും വിഭവസമൃദ്ധമായ ഒരു സദ്യ കൊടുക്കണം. തുടങ്ങുന്ന അവിടെയാണ്. അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമാണ് ഊഞ്ഞാലാട്ടോ അതും ഇതുമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്കെല്ലാം പോകാൻ നേരത്ത് പകർച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നവരുടെ വീട്ടുകാരും ആ കുട്ടികളൊക്കെ വേറെ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് കുറേ ചോറ് അവർക്കും കൊടുത്തു വിടും. അത് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴാണ് ഊഞ്ഞാലാട്ടം, കിളിമാസ് കളി, അതുപോലെ തന്നെ ഈ തുമ്പപ്പൂ, രണ്ട് തുമ്പപ്പൂ വെച്ചുകൊണ്ടുള്ള കളികൾ. അങ്ങനെ അന്നുണ്ടായിരുന്ന രീതി ഇന്നുള്ള രീതിയും ഒരു കടങ്കഥ പോലെ നിൽക്കുകയാണ്. അന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ആർക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ എന്ന് പോലും എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. അക്കാലത്തും ഈ ഗുരുവിനോടും പിന്നെ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം ട്രസ്റ്റിനോടോ അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു താല്പര്യം കുടുംബപരമായി എപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു ഗുരുഭക്തനായിരുന്നു. അതുകൊണ്ടാണല്ലോ ചെറുപ്പകാലത്ത് തന്നെ എന്നെ കൊണ്ടുപോയി അദ്വൈതാശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലാണ് വെക്കേഷൻ സമയങ്ങളിലെല്ലാം എന്നെ കൊണ്ട് താമസിപ്പിക്കുന്നത്. ആലുവ അദ്വൈതാശ്രമത്തിലാണ്. അതുമാത്രമല്ല, അദ്വൈതാശ്രമത്തിൻ്റെ വികസനത്തിന് വേണ്ടി എൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും അവിടെ പ്രത്യേകം ഗസ്റ്റ് ഹൗസ് വരെ അന്നത്തെ കാലത്ത് പണിയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ അദ്വൈതാശ്രമവും ഗുരുദേവനുമായിട്ടും അന്നത്തെ അവസാനത്തെ മഠാധിപതി ശങ്കരാനന്ദ സ്വാമിയായിരുന്നു. ശങ്കരാനന്ദ സ്വാമിന് ശേഷം മഠാധിപതിരാരുണ്ടായിട്ടില്ല. എല്ലാം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻറ്റുമാരാണ്. അപ്പോൾ അവസാനത്തെ മഠാധിപതിയായിരുന്നു ശങ്കരാനന്ദ സ്വാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാത്സല്യവും സ്നേഹവും ഒരുപാട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ കുളിച്ച് താമസിക്കുക, ആലുവ അദ്വൈതാശ്രമത്തിൽ താമസിച്ച് ആ കടവിൽ കുളിച്ച് താമസിക്കുക, രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് ഗുരുവിൻ്റെ മണ്ഡപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക, അതിനുശേഷം വൈകുന്നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ അന്നൊരു ചിട്ടയായിരുന്നു. പഠനമൊക്കെ അന്ന് വെക്കേഷനല്ലേ, വെക്കേഷൻ സമയത്ത് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പഠിത്തമെല്ലാം നാട്ടിലുള്ള സ്കൂളിൽ തന്നെയാണ്. പിന്നെ അങ്ങനെയാണ് പതുക്കെ ഈ SNDP ട്രസ്റ്റിനോടും പിന്നീട് അതിനോടിലൊക്കെ വരവൊക്കെ അങ്ങനെയായിരുന്നു. വരവ് അങ്ങനെയല്ല, ഞാൻ വഴിതെറ്റി ട്രാക്ക് തെറ്റി വന്നു പോയ ആളാണ്. SNDP യോഗോ SN ട്രസ്റ്റോ ആയിട്ട് നേരിട്ട് എനിക്ക് ബന്ധമില്ലായിരുന്നെങ്കിൽ പോലും SN ട്രസ്റ്റിൻ്റെ SNDP യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും രാഘം വക്കീലിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിന്ന് പല പ്രാവശ്യം ഞാൻ പ്രവർത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമെമ്പാടും ഉള്ള വോട്ടർമാരെ കാണാനും സ്വാധീനിക്കാനും വോട്ട് ചെയ്യിക്കാനും അതിന് സമ്പത്ത് മുടക്കാനും ഒക്കെ ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ ഭരണത്തിൽ വന്നിട്ടില്ല. ഭരണത്തിൽ വന്ന് ഞാൻ വഴിതെറ്റി വന്നു പോയതാണ്, ട്രാക്ക് തെറ്റി വന്നു പോയതാണ്. ശരിക്കും പൂർണ്ണമായ മനസ്സോടുകൂടി അല്ല 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 ആരെയും ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആണ്. കാരണം നമുക്ക്
അന്നേ എനിക്കറിയത് ഒരു കുരിശാണെന്ന്. ഇപ്പോഴതൊരു കുരിശ് തലവേദനയായിട്ട് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ആ തലവേദന നമ്മൾ നല്ല സ്നേഹമായിട്ട് സ്വീകരിച്ചിരിക്കുകയല്ലേ. കാരണം ഈ തലവേദനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. കാരണം ഇതിനകത്ത് വന്ന ഒരു കുമാരനാശാൻ തൊട്ട് ഞാൻ വരെ പരിശോധിച്ച് നോക്കിയാൽ SNDP യോഗത്തിൽ സന്തോഷത്തോടും കൂടി പൂമാല മേടിച്ച് പോയ ഒരൊറ്റ ജനറൽ സെക്രട്ടറി വരില്ല. ആ കുമാരനാശാൻ്റെ ദുഃഖം തന്നെ അദ്ദേഹം രാമവൃക്ഷത്തിൽ കുയിലുന്ന ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ എനിക്കറിയാമെന്ന് എൻ്റെ അന്ത്യം എന്തായിരിക്കും. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് വന്ന് പ്രവർത്തിച്ച് എത്ര വന്നാലും അവസാനം ഈ സമുദായം അംഗീകരിച്ച് സന്തോഷിപ്പിച്ച് വിടുന്ന ഒരു സമുദായം അല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതറിയാവുന്ന ഞാൻ, എൻ്റെ അന്ത്യത്തെപ്പറ്റി എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഞാൻ, അന്ത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്ന ആ ഇരിക്കുന്നൊരു കസേരയുണ്ട്. കുമാരനാശാൻ ഇരുന്ന കസേരയല്ല ഞാൻ ഇരിക്കുന്നത്. കുമാരനാശാൻ ഇരുന്ന് രാജ്യത്തെ സമുദായത്തെ സംതരിച്ച ആ കസേരയുടെ കാവൽക്കാരനായിരുന്നുകൊണ്ട് ആ കസേരയുടെ മാന്യതയും മര്യാദയും ആ സംസ്കാരവും ആ ലക്ഷ്യവും പൂർണ്ണതോതിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആർക്കും വിധേയരാകുകയും വിരോധം സമ്പാദിച്ചാലും വിധേയരാകാതെ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ശക്തമായി ഞാൻ പ്രവർത്തിക്കും. അതിന് പലതും ത്യജിക്കാതെ ഒക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ത്യജിക്കേണ്ടത് എൻ്റെ തൊഴിലായിരുന്നു. ത്യജിച്ചിൽ ഞാൻ അവസാനിപ്പിച്ചിട്ട് 24 മണിക്കൂർ നിൽക്കുകയാണ്. ഒരുപാട് കല്ലെനിക്ക് കിട്ടറിയുന്നുണ്ട്, ഒരുപാട് സ്നേഹങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം സഹിച്ചും അതല്ലെങ്കിൽ നാളത്തെപ്പറ്റി ഉള്ള ചിന്തയോ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുന്നുള്ള ചിന്തയല്ല, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഗുരുവിൻ്റെ വിശ്വാസത്തിനും അധിഷ്ഠിതമായി അത് ഗുരുവിൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ശക്തമായി മുമ്പോട്ട് പോകുന്നു. 30 കൊല്ലമായി ഒരുപാട് പ്രസിഡന്റുകൾ, ഒരുപാട് കേസുകൾ ഒക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് എനിക്കെതിരെ. ഇതെല്ലാം അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശക്തി എനിക്ക് ഗുരുദേവൻ നൽകുന്നുണ്ട്. ഇത് പാവപ്പെട്ടവരുടെ പ്രാർത്ഥന അതിലേക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വന്നു എന്നങ്ങ് പറഞ്ഞല്ലോ. ഈ ത്യജിക്കേണ്ടി വന്നത് എന്തൊക്കെയായിരുന്നു? എൻ്റെ തൊഴിൽ ഞാൻ വളരെ ഭംഗിയായിട്ട് കൊങ്കൺ റെയിൽവേ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അത് തീർന്നു. കൊങ്കൺ റെയിൽവേ എൻ്റെ 1ാം നമ്പർ കോൺട്രാക്ടറായിരുന്നു. ശ്രീധരൻ സാറായിരുന്നു എൻ്റെ ഞങ്ങളുടെ എല്ലാം ചീഫ്, മെട്രോ ശ്രീധരൻ. അദ്ദേഹം ഇതിനകം 30 വർഷം കുറവ്. ഇപ്പോൾ 30 കൊല്ലമായില്ലേ. അപ്പോൾ 30 വർഷം പുറകോട്ട് നോക്കിയാൽ അത്രയും പ്രായമുള്ള. അതിനു മുമ്പേ ഞാൻ കണ്ട ഈ കാണുന്ന റെയിൽവേ ലൈൻ കാണുന്നതും നല്ലൊരു ഭാഗം എൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ കേരളത്തിൽ പലർക്കും ചെയ്യാനൊക്കാത്തതും ഇട്ടിട്ട് പോകുന്നതും അസാധ്യമായ എന്ന് പറഞ്ഞ പല വർക്കുകളും ഞാൻ ഏറ്റെടുത്ത് ഭംഗിയായി കൃത്യമായി സമയനിഷ്ഠമായി തീർത്തു കൊടുത്തുകൊണ്ട് എനിക്ക് വർക്കിനൊരു ക്ഷാമമില്ലായിരുന്നു. അങ്ങനെയാണ് എന്നെ കൊങ്കൺ റെയിൽവേക്കും ഇവിടെ തീർന്നപ്പോൾ വിളിച്ചുകൊണ്ട് ശ്രീധരൻ സാറ് പോവുകയാണ് ചെയ്തത്. അവിടെ പണി തീർന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇനി ഞാൻ ഡൽഹി മെട്രോയിലേക്ക് പോകണം, വെള്ളാപ്പള്ളി അങ്ങോട്ട് വന്നിരുന്നു പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഈ നിയോഗം ഏറ്റെടുക്കാൻ ശാശ്വതാനന്ദ സ്വാമിയുടെ നിർബന്ധം. ഒരു കേരള മോദിയുടെ പത്രാധിപരായിട്ടുള്ള മണി, ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ്റെ പുറകിൽ നിന്നുള്ള ശക്തമായ പ്രേരണ. ആ സമയത്ത് തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അന്നോ? പിന്നെ തെരഞ്ഞെടുപ്പിൽ തന്നെ വന്നത്. അന്നും തെരഞ്ഞെടുത്തപ്പോൾ എതിരാളിയെ കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അത്രയും ജനകീയനായിരുന്നു. അപ്പം ജനങ്ങൾ എൻ്റെ ഗുണം കൊണ്ട് ജയിച്ചതല്ല, എതിരാളുടെ ദോഷം കൊണ്ടാണെന്ന് എനിക്ക് അത്ര വോട്ട് കിട്ടിയത്. കാരണം എൻ്റെ ഗുണത്തെപ്പറ്റി മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയില്ല. കാരണം ശിവഗിരി പോലീസുകാർ നടത്തി തകർത്ത ആ വിരോധം, ആ വികാരം സമുദായത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പ് വന്നത്. അന്ന് ശിവഗിരിയിൽ പോലീസ് കയറുന്നതിന് കൂട്ടുനിന്നതാണ് അന്നത്തെ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ. അവരെ താഴെ ഇറക്കണമെന്നുള്ള വലിയ വിചാരങ്ങൾ സമുദായ അംഗങ്ങളിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സ്ഥാനാർത്ഥിയാക്കി ഇവരെല്ലാം കൂടി എന്നെ നിർത്തുന്നത്. എൻ്റെ ഗുണം കൊണ്ടല്ല, എതിരാളിയുടെ ദോഷം കൊണ്ടാണ് അന്ന് ഞാൻ ജയിച്ചു. എങ്കിൽ
ഞാൻ പിന്നീട് ഞാൻ ആരാണെന്നും എനിക്കെന്തെല്ലാം ചെയ്യാൻ സാധിക്കും സമൂഹത്തിലെന്നും ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കണ്ണീര് കുടിക്കലല്ല, കണ്ണീരൊപ്പാൻ അവരെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉയർത്തുക എന്ന പ്രതിജ്ഞാബദ്ധമായൊരു തീരുമാനമായി ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ജനങ്ങൾ എന്നോട് സഹകരിച്ചു. അങ്ങനെ എന്നെ ഒരുപാട് വിമർശിച്ചവരുണ്ട്. കള്ളൻ, തണ്ടൻ, മണ്ടൻ, കുടകറുകാരൻ, മലയാളം പോലും പറയാൻ പാടില്ലാത്തവൻ, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിച്ചു. എല്ലാ വിമർശനങ്ങളും ഞാൻ കേട്ടു. അങ്ങനെ 30 കൊല്ലം നീണ്ട ഈ 30 കൊല്ലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ, SN ട്രസ്റ്റിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘനാൾ ഭരിച്ച ഒരു ജനറൽ സെക്രട്ടറി ഇല്ല. അവരെന്തിനും വിമർശിക്കാനും അതുപോലെ സംഘടനയെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ഒരു വിഭാഗം പണ്ടും ഇന്നും SNDPയിലുണ്ട്. അവരവരുടെ പണി ചെയ്യുന്നു, ഞാൻ എൻ്റെ പണി ചെയ്യുന്നു. പക്ഷെ അവരുടെ പണി ചെയ്തിട്ടൊന്നും ഒരു പണി എൻ്റെ ഇതുവരെ ഏറ്റിട്ടില്ല. ഇത്രയും ഈ കല്ലേറുകളൊക്കെ എത്ര തന്നെ ഏറ്റാലും ഒരു കുലുക്കവുമില്ലാതെ ഇങ്ങനെ നിൽക്കാനുള്ളൊരു മനോബലമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? കടച്ചുള്ള ദേവി അപ്പുറം ഇരിക്കുകയാണ്. ആ ദേവി നല്ലൊരു ബലവാദിയാണ്. 60 കൊല്ലമായി ആ ദേവിയുടെ ഭക്തനായി ഭരണം നടത്തുന്ന ആ അമ്പലത്തിൽ ആ ദേവിയുടെ അനുഗ്രഹം എനിക്കുണ്ട്. ഗുരുദേവൻ ശക്തമായി എന്നെ പിൻവലിക്കുന്നുണ്ട്. ഈ 2 മഹാശക്തികളും എന്നെ എല്ലാ ധൈര്യവും വീര്യവും തരുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് സ്വകാര്യമായ ഒന്നും നേടാനില്ല. ഒന്നും വേണമെന്ന് പറഞ്ഞാൽ ആർക്കും ചെന്നിട്ടുമില്ല. ഈ സ്വകാര്യ താല്പര്യമുള്ള പലരുണ്ട്. അവരാണ് എപ്പോഴും ഈ വേണ്ടെണ്ണം പറഞ്ഞു നടക്കുന്നത്. വേണമെന്നും വേണ്ടെന്നും പറയാനുള്ള ആർജവം വേണം. ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് പോകാനുള്ള താല്പര്യം എനിക്കില്ല. ഞങ്ങളുടെ പൂർവികരായ ആളുകളും മറ്റു വരാനായി ആഗ്രഹിക്കുന്ന ആളുകളുമെല്ലാം അവർ ഈ കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് ബാർഗൻ ചെയ്ത് കയറാൻ വേണ്ടി ഒരു ഏണിപ്പടിയായിട്ട് ഉപയോഗിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ എനിക്കൊരാഗ്രഹമില്ല. എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കസേരയുടെ മഹത്വം എനിക്കറിയാം. ഈ കസേരയുടെ മഹത്വത്തിന് കുറവ് വരുന്ന ഒരു കാര്യം ചെയ്യാതെ ഈ കസേരയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ കസേരയിൽ ഇരുത്തിയ ആളുകൾ ജനമാരോ അവർക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുക എന്ന ദൗത്യത്തിൽ നിന്ന് മറ്റൊരു ദൗത്യത്തിലേക്ക് പോകാനുള്ള യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ ഈ 30 വർഷം 3 പതിറ്റാണ്ട് എന്ന് പറയുന്നത് SNDPയെ നയിക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമില്ല. നിസ്സാരമാണ്. എന്നാൽ പോലും ഈ വളരെ ഇത്രയും സുദീർഘമായ ഒരു കാലയളവിൽ SNDP നയിച്ചു. സമുദായത്തിന് വേണ്ടി അങ്ങ് പൂർണ്ണമായും ഇത്രയും കാലം അങ്ങേക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ അങ്ങ് പൂർണ്ണ തൃപ്തനാണ്? ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ച ലക്ഷ്യങ്ങളിലേക്ക് മുഴുവൻ എത്തുന്നില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്നിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കുറേ കുലംകുത്തികൾ ഇവിടെ അതിനകത്തുണ്ട്, സമുദായത്തിൽ തന്നെ. അതെ, അത് കുമാരനാശാനുണ്ടായിരുന്ന കാലത്തുണ്ട്. ഗുരുവിൻ്റെ ഷഷ്ടിപൂർത്തി സ്മാരക ബിൽഡിംഗ് പണിതപ്പോൾ പോലും കുമാരനാശാൻ എൻ്റെ അടിത്തറയിൽ എട്ടിയക്രം ഓട്ടിച്ചെന്ന് പറഞ്ഞ ആളുകൾ മറ്റു സമുദായക്കാരല്ല, ഞങ്ങളുടെ സമുദായക്കാർ തന്നെ. അങ്ങനെയുള്ള ആ ചില ദുഷ്ടൈക ദീർഘങ്ങളുടെ പരമ്പര ഇന്നും ഒരു ശാപമായിട്ട് ഈ സമുദായത്തിലുണ്ട്. അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവരോ നന്നാകുന്നില്ല, മറ്റുള്ളത് നന്നാക്കാനും ശ്രമിക്കില്ല. കേസുകളും തർക്കങ്ങളും അതുപോലെ വാർത്തകളും, പ്രത്യേകിച്ചും SNDPയെ തകർക്കാൻ വാർത്ത ഇറക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയകൾ പലതും ഇന്ന് അഹമികയായി നിൽക്കുകയാണ്. അല്ല, ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ട്രസ്റ്റിനെ അല്ലെങ്കിൽ SNDP ആണോ അല്ലെങ്കിൽ സമുദായത്തെയാണോ, അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയാണോ? കാരണം അവർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരസ്പര പൂർവ്വമല്ലേ. ട്രസ്റ്റിനായാലും SNDP ആയാലും വെള്ളാപ്പള്ളി ആയാലും ഇത് സ്പർശിക്കുമ്പോൾ ആരൊക്കെ കൊള്ളുന്നതല്ല, ഇതെല്ലാം ഒന്നല്ലേ. അപ്പോൾ ആ നയിക്കുന്ന പടനായകനെ തകർത്ത് പടയെ ഛിന്ന ഭിന്നമാക്കുക എന്ന ദുരുദ്ദേശമല്ലാതെ ഇവരെന്ത് നേടിയും ഇത്ര കൊല്ലുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്ത് പ്രശ്നമുണ്ട് വരും, നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം, തീർക്കാം, ബാ എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ലല്ലോ. പിന്നെയും കോടതി കയറുകയല്ലേ. എന്ത് കോടതി ഇത്ര നാൾ കയറിയിട്ട് എന്ത് നേടി? ഒന്നും നേടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആരുണ്ട്
ഒരു തെരഞ്ഞെടുപ്പ് ഇനിയും വരട്ടെ. എന്തേ തെരഞ്ഞെടുപ്പിന് ഇവരെല്ലാം ഭയപ്പെടുന്നു? ജനങ്ങളെ ഇവർ ഭയപ്പെടുന്നു. ജനങ്ങളിൽ നിന്നൊരു ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എനിക്കൊരു ഭയവുമില്ല. എന്നെ ജനത്തിന് വേണ്ടേ? അതിന് മുമ്പേ ഞാൻ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ വീട്ടിലെ കസേര ദിവസവും തൂത്തിട്ടിരിക്കുകയാണ്. അവിടെ പോകും ഞാൻ ഈ കസേര പിടിച്ച് തൂങ്ങിയിരുന്നിട്ട് എനിക്കൊരു കാര്യവും സാധിക്കേണ്ട കാര്യമില്ല. കള്ളൻ എന്ന പേര്, ശങ്കരുടെ കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഴവൻ തന്നെയാണ്. രാഘവക്കീൽ കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഴവൻ തന്നെയാണ്. അപ്പോൾ SNDP യോഗത്തിൽ വന്നിട്ടുള്ളവരായാലും SNDS വന്നിട്ടുള്ളവരാരായാലും അവരുടെ എല്ലാം കള്ള എന്ന് പറഞ്ഞ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർ നാളെ എന്നെ വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് വന്നത്. അതുകൊണ്ട് ഈ കള്ളം പറയുന്ന കള്ളന്മാരൊക്കെ ഞാനെന്തിനാ ഭയപ്പെടണം? ഈ പറയുന്ന ലോക കള്ളന്മാരല്ലേ? കേരളം മുഴുവൻ ഒരു സാമുദായിക സംഘടനയുടെ എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ തലത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ എന്നൊരു വ്യക്തി അവിഭാജ്യ ഘടകമായി അത് പതിറ്റാണ്ടുകളായി അങ്ങനെ നിൽക്കുകയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശരിക്കും അങ്ങ് ഈ പദവി ആസ്വദിക്കുന്നില്ലേ? ഒരു ആസ്വദമില്ല. ആസ്വദിക്കുക എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. 24 മണിക്കൂറും ഞാൻ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങുന്നൊഴിച്ചാൽ ബാക്കി എല്ലാ സമയവും ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഇടയിലാണ് ഞാൻ. ദേവസ്വം പ്രോഗ്രാം അവർ വിളിക്കുന്നിടത്തെല്ലാം എത്ര പ്രയാസമുണ്ടെങ്കിലും ഇത്രയും പ്രായമായെങ്കിലും എവിടെ വിളിച്ചാലും അവിടെയല്ല എൻ്റെ ചിലവിൽ ഞാൻ പോകും. അവരാരുടെയും ചിലവില്ല.